അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ ഒരു മരണ വാർത്ത, സമസ്തയുടെ വലിയ ഒരു പണ്ഡിതന്റെ മരണ വാർത്ത വ്യാപകമായി പ്രചരിച്ചു. സ്വാഭാവികമാണ്, വലിയൊരു നേതാവൊക്കെ ആകുമ്പോൾ അവരുടെ മരണ വാർത്ത പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗവും സമസ്ത കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃക്കരിപ്പൂർ മുനവ്വിറുൽ ഇസ്ലാം അറബി കോളേജ് പ്രിൻസിപ്പാളും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാരാണ് മരണപ്പെട്ടത്. അത്രയും വലിയൊരു പണ്ഡിതനൊക്കെ ആകുമ്പോൾ, സമസ്തയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു നേതാവാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ മരണവാർത്ത ഷെയർ ചെയ്യുന്നതിന് കൂടെ തന്നെ അദ്ദേഹവുമായി അനുഭവിച്ച പല ഘട്ടങ്ങളും ഓർത്തെടുത്ത് പല ആളുകളും അത് ഷെയർ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ടെക്സ്റ്റിൽ ഇങ്ങനെ കണ്ടു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയം വഫാത്തായി. സുൽത്താനുൽ ഹിന്ദ് ഖാജയും ആ ദിവസം ആ സമയം വഫാത്തിനായി തിരഞ്ഞെടുത്തു എന്ന് അജ്മീർ മൗലിദിൽ ഷെയ്ഖുന ഷംസുൽ ഉലമ എഴുതി. ഷംസുൽ ഉലമ അതേ തിങ്കളാഴ്ച ദിവസം സുബഹിയോടടുത്ത സമയം കലിമ ചൊല്ലി വഫാത്തായി. ഷംസുൽ ഉലമയെ അതിരറ്റ് സ്നേഹിച്ച ഷെയ്ഖുന മാണിയൂർ ഉസ്താദും മുൻഗാമികളുടെ പാതയിൽ അതേ ദിവസം അതേ സമയം സുബഹിയോടടുത്ത സമയത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. ഇതാണ് ടെക്സ്റ്റ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഇത് കണ്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നി. ഒന്ന്, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിയോടടുത്ത സമയത്താണ് വഫാത്തായി എന്ന് കിതാബുകളിൽ അങ്ങനെ ചർച്ചയുണ്ടോ? അതൊരു സംശയമാണ്. ഞാൻ മനസ്സിലാക്കിയത് മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ളുഹയോടടുത്ത സമയത്ത് എന്നാണ്. ഇവിടെ പറയുന്നത് സുബഹിയോടടുത്ത സമയത്ത് എന്നാണ്. അത് സമസ്തയുടെ പല ആളുകളും എഴുതി വെച്ചതും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ചിലതൊക്കെ പരിശോധിച്ച സമയത്ത് പ്രവാചകന്റെ വഫാത്തുമായി അവർ എന്താണ് എഴുതി വെച്ചത് എന്നൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ സുബഹിക്ക് ശേഷം വഫാത്തായി എന്നാണുള്ളത്. പല സഹാബാക്കളൊക്കെ പല വഴിക്കും ജോലിക്ക് പോയി. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജോലിക്ക് പോയി. ഇങ്ങനെ പല ആളുകൾ പല വഴിക്കും നീങ്ങിയ സമയത്താണ് മഹാനായ നമ്മുടെ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതേപോലെ ഇതിൽ പിന്നെ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജ ആ ദിവസം ആ സമയം വഫാത്തിനായി തെരഞ്ഞെടുത്തു. ഇതാണ് വിഷയം. ആ ദിവസം ആ സമയം തെരഞ്ഞെടുക്കാനുള്ള അധികാരം സുൽത്താനുൽ ഹിന്ദ് ഖാജയ്ക്ക് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആര് പറഞ്ഞു വെക്കുന്നത്? ഇവിടെ അജ്മീർ മൗലിദിൽ ഷെയ്ഖുന ഷംസുൽ ഉലമ എഴുതി എന്നാണ് പറയുന്നത്. ഷംസുൽ ഉലമ പറഞ്ഞു വെക്കുന്നത്, അണികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അജ്മീർ മൗലിദിലൂടെ സുൽത്താനുൽ ഹിന്ദ് അദ്ദേഹത്തിന്റെ മരണ ദിവസവും മരണസമയവും അദ്ദേഹം തെരഞ്ഞെടുത്തതാണ് എന്നാണ്. ഇത് സമസ്തക്കാർക്ക് ഇങ്ങനെ തന്നെയാണോ വാദം? മഹാന്മാർക്ക് അങ്ങനെ അവരുടെ മരണം, അവരുടെ മരണസമയം, മരണ ദിവസമൊക്കെ അങ്ങനെ അവർക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെയാണോ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്? സമസ്തക്കാർ ഈ ഒരു ടെക്സ്റ്റിനെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു? സമസ്തയുടെ നേതാക്കന്മാർ ഇത് അറിഞ്ഞുകൊണ്ടാണോ, അതല്ല പല മണ്ടത്തരങ്ങളും എഴുതി വിടുന്ന ആളുകൾ ഇങ്ങനെ എഴുതി വിട്ടതാണോ എന്നറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇത് പല ആളുകളും ഈ രീതിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മഹാനായ നമ്മുടെ നേതാവ് വഫാത്തായതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാമല്ലോ. ഏത് സമയത്താണ് വഫാത്തായത് എന്നും വഫാത്തിന്റെ കാരണമായി പറയപ്പെടുന്ന സംഭവം ഒരു പനിയാണ് എന്നും ആ പനിയുമായി ബന്ധപ്പെട്ട പ്രവാചകൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് പ്രവാചകനും ആയിഷ ബീവിയും അതുപോലെ തന്നെ ഫാത്തിമ ബീവിയും തമ്മിലുണ്ടായ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ സമസ്തയുടെ ഖുതുബയിൽ പോലും കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഏത് സമയത്താണ് മരണപ്പെടുന്നത് എന്നും ആ സമയത്ത് എന്താണ് പ്രവാചകൻ പറഞ്ഞത് എന്നും മരണത്തിന്റെ വേദനയെക്കുറിച്ച് എങ്ങനെയാണ് വിശദീകരിച്ചത് എന്നും ഒക്കെ സമസ്തയുടെ ഖുതുബയിൽ പോലും വളരെ കൃത്യമായി തന്നെ വിവരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അത് പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഇവർ ആഘോഷിക്കുമ്പോൾ പ്രവാചകൻ വഫാത്തായതും പ്രവാചകൻ ജനിച്ചതും ഒക്കെ ഒരേ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ പറയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുക്കാനുള്ള അവസരം ഖാജക്ക് ഉണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ആര് ഷംസുൽ ഉലമ മരണപ്പെട്ടത്, അതും കലിമ ചൊല്ലിയാണ് മരണപ്പെട്ടത് എന്നൊക്കെ പ്രത്യേകം എടുത്തു കൊടുത്തുകൊണ്ടാണ് ഇത് എഴുതിപ്പിക്കുന്നത്, സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിലൂടെ അവർ എന്താണ് മെസ്സേജ് സമൂഹത്തിന് നൽകുന്നത് എന്നതാണ് വലിയ വിഷയം. മുൻഗാമികളുടെ അതേ പാതയിൽ അതേ ദിവസം അതേ സമയത്ത് അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം എന്താണ്?
ഒന്ന് പ്രവാചകന്റെ വഫാത്ത് സുബഹിയോടടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ മരണപ്പെട്ടു എന്നതാണ്. രണ്ടാമത്തത് അതിനേക്കാളും വലിയ വിഷയം വഫാത്തിനായി തെരഞ്ഞെടുത്തു ആര്? ആ ദിവസം ആ സമയം വഫാത്തിനായി തെരഞ്ഞെടുത്തു ആര്? സുൽത്താനുൽ ഹിന്ദ് ഖാജ തെരഞ്ഞെടുത്തു എന്നാ പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ആരാണ് നൽകിയത്? ഈ പറയുന്ന വിഷയം ഷെയ്ഖുന ഷംസുൽ ഉലമ, സമസ്തയുടെ വലിയൊരു പണ്ഡിതനാണല്ലോ ഷംസുൽ ഉലമ. ഷംസുൽ ഉലമ എഴുതി വെച്ചിട്ടുണ്ട്. ഏതിൽ? പിന്നെ എന്താണ്, അജ്മീർ മൗലീദിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഇതിനെക്കുറിച്ച് സമസ്തയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചാൽ നന്നാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ് എങ്കിൽ, അതിന്റെ പ്രാമാണികമായി ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട് എങ്കിൽ, മഹാന്മാർക്ക് അങ്ങനെ അധികാരം കൊടുക്കും എന്നാണ് എങ്കിൽ, അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങൾ വിശദീകരിക്കണം. മനസ്സിലായല്ലോ? എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കുകയല്ല വേണ്ടത്, അതിന് ഒരു വിശദീകരണം നിങ്ങൾ കൊടുക്കണം. ഇങ്ങനെ തീരുമാനപ്രകാരമാണ് മരണപ്പെട്ടത്. അതല്ലാതെ ഇപ്പം മഹാനായ നമ്മുടെ നേതാവിനെ കുറിച്ച് സമസ്തയുടെ ആളുകൾ തന്നെ എഴുതി വെച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ MA ജലീൽ സഖാഫി പുല്ലാര എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു സമസ്തയുടെ AP വിഭാഗത്തിന്റെ പണ്ഡിതൻ എഴുതിയ ഒരു ടെക്സ്റ്റാണ്. അതിൽ പറയുന്നത് എന്താണ്? പ്രവാചകൻ സുബഹി നമസ്കാര ശേഷം പലരും പല വഴിയായി നീങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു ജോലിക്ക് പോയി. അന്ന് പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അന്ന് പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നാണ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അതല്ലാതെ സുബഹിയോടടുത്ത സമയത്ത് എന്നല്ല. അതായത് ദുഹാ സമയത്ത് എന്നാണല്ലോ സമസ്തയുടെ എന്താണ് സമസ്തയുടെ ഖുതുബയിൽ പറയുന്നത്. ആ ഒരു സമയമാണ് ഇവിടെ അദ്ദേഹവും പറയുന്നത്. ജനിച്ച മാസവും ദിവസവും തന്നെ മരിക്കാനും അള്ളാഹു തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? പ്രവാചകൻ തീരുമാനിച്ചു എന്നല്ല, പ്രവാചകൻ തെരഞ്ഞെടുത്തു എന്നല്ല. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് മഹാനായ നമ്മുടെ നേതാവ് ജനിച്ച അതേ മാസം അതേ ദിവസം വഫാത്തായത് എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതിനെക്കുറിച്ച് സമസ്തയുടെ ആലിമീങ്ങൾ ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്നത് വിശദീകരിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയാണ്. സമൂഹം തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വ്യാപകമായി പ്രചരിച്ചത് കൊണ്ടാണ് ഈ രീതിയിൽ തന്നെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി കാരണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.